എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. 35 വയസ്സിലോ 37 വയസ്സിലോ ക്യാൻസർ ഉണ്ടായിരുന്നു. ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആണ്. ആ കുട്ടി ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ അടുത്ത് എന്ത് ചെയ്യണം? അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ ഇന്നുണ്ട്. അതിന് നമ്മൾ ജേം ലൈൻ ടെസ്റ്റുകൾ എന്നാണ് പറയുക. ജേം ലൈൻ മ്യൂട്ടേഷൻസ് നോക്കുന്ന ടെസ്റ്റുകൾ, ജനിതക ടെസ്റ്റുകളാണ്. അപ്പോൾ ആ ടെസ്റ്റുകൾ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതാണ് വളരെ പരമപ്രധാനമായ ചോദ്യം. അതിൽ വൈദ്യസഹായം എപ്പോൾ വേണമെങ്കിലും തേടാം, അല്ലെങ്കിൽ ഒരു വിദഗ്ധോപദേശം. പക്ഷേ അത് ഇതിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ഒരു എക്സ്പേർട്ടിനായിരിക്കും കാണേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്വൈസസിൽ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് വൈദ്യസഹായം തേടേണ്ടത്? നമുക്ക് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, മക്കൾ എന്നിങ്ങനെയുള്ള ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ക്യാൻസർ ഉണ്ട്. എന്ത് ടൈപ്പ് ക്യാൻസർ ഉണ്ട്? ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ. ചില ക്യാൻസറുകളിൽ ഫെമിലിയലായിട്ട് വരാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ക്യാൻസറുകൾ, ചിലതിൽ അത്രയില്ല. അത് ഒന്ന് തരംതിരിക്കണം. ഏത് ഏജിലാണ് ഈ റിലേറ്റീവിന് ക്യാൻസർ വന്നത്, അതും വളരെ പ്രധാനമാണ്. ഇതെല്ലാം നോക്കി നമ്മൾ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ നടത്തിയ ശേഷമാണ് ഇവർക്ക് ഇത്തരം ടെസ്റ്റുകൾ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്.